സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ നടി ഹണി റോസിന്റെ മൊഴിയെടുത്തു. ഇന്നലെ സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് നടി മൊഴി നൽകിയത്. ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നിരീക്ഷിച്ചു വരികയാണ് പോലീസ്. മോശം കമന്റ് ഇടുന്നവർക്കെതിരെ ഉടൻ കേസെടുക്കും. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് വിവരം. അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ മട്ടന്നൂർ, ഇന്നലെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ ഇപ്പോൾ ഇതാ നടി ഹണി റോസിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സാമൂഹ്യ നിരീക്ഷണം നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിന്മേൽ പോലീസ് കർശന നിരീക്ഷണമാണ് നടത്തുന്നത്. കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യത തെളിയുകയാണോ അർജുൻ മട്ടന്നൂർ? അരുൺകുമാർ, കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഞായറാഴ്ചയാണ് ഹണി റോസ് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകുന്നത്. ഒരു പ്രമുഖ വ്യക്തി ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തന്നെ സ്ഥിരമായി വേട്ടയാടുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഹണി റോസ് പ്രതികരിച്ചിരുന്നു. പ്രതികരിച്ച ഈ പോസ്റ്റിന് കീഴിൽ നിരവധി ആളുകൾ വന്ന് അധിക്ഷേപ പരാമർശങ്ങൾ നടത്തി. ഇതിന് പിന്നാലെയാണ് നിയമ നടപടിയിലേക്ക് ഹണി റോസ് കടന്നത്. ഞായറാഴ്ച എറണാകുളം സെൻട്രൽ ACPക്ക് മുമ്പാകെയാണ് പരാതി നൽകിയത്. ഇന്നലെ വിശദമായി തന്നെ ഹണി റോസ് മൊഴി നൽകിയിട്ടുണ്ട്. ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് കീഴിൽ വരുന്ന കമന്റുകളൊക്കെ തന്നെ പോലീസ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ കമന്റ് ബോക്സിലും ഇത്തരത്തിൽ സമാനമായ പരാമർശങ്ങളും അധിക്ഷേപ പ്രസ്താവനകളും നടത്തുന്നുണ്ട്. ഇത്തരം പരാമർശങ്ങളും പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. ഇത്തരത്തിൽ കൂടുതൽ പേർക്കെതിരെ കേസെടുക്കും എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 30 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ ഒരാളുടെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. കുമ്പളം സ്വദേശിയായ ഷാജി എന്നയാളെയാണ് ഇന്നലെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് വേണ്ടി താൻ യുദ്ധം ചെയ്യാൻ പോവുകയാണ് എന്ന് ഇന്നലെ ഹണി റോസ് വീണ്ടും ഒരു പോസ്റ്റ് കൂടി ഇട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നിയമപോരാട്ടം ശക്തമാക്കുകയാണ് ഹണി റോസ് എന്ന കാര്യം വ്യക്തമാണ്. അതോടൊപ്പം തന്നെ കൃത്യമായ നിരീക്ഷണം ഇതുമായി ബന്ധപ്പെട്ട ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം പോലീസ് നടത്തുന്നുണ്ട്. കൂടുതൽ പേർക്കെതിരെ കേസെടുക്കും, കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ നിന്ന് നിരവധി പേർ ഹണി റോസിന് പിന്തുണയുമായി രംഗത്ത് എത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും പോലീസ് ശക്തമായ നടപടിയിലേക്ക് കടക്കുകയാണ്. അരുൺകുമാർ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. കടുത്ത നിലപാടുകളുമായി പോലീസും രംഗത്തുണ്ടാവണം. ഹണി റോസിനെ പോലുള്ള ഒരു കലാകാരി, അവർ ഏത് വസ്ത്രം ഇട്ടാൽ എന്താണ്, അത് അവരുടെ അവകാശമല്ലേ? അവർ പറയുന്നതനുസരിച്ച് ഇന്ത്യയിൽ നിയമം പ്രകാരം നിരോധിച്ചിട്ടില്ലാത്ത വസ്ത്രം ഇടാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. അവർ ആ രീതിയിൽ വസ്ത്രം ധരിച്ചു വരുമ്പോൾ ആളുകളുടെ കണ്ണുകളിലാണ് യഥാർത്ഥത്തിൽ ആ പ്രശ്നമുള്ളത്. അല്ലാതെ അവരുടെ വസ്ത്രധാരണത്തിലോ അവരുടെ അവകാശത്തിന്മേലോ ഒന്നും കടന്നു കയറാനുള്ള അധികാരം ആർക്കുമില്ല എന്നുള്ളതാണ്